ഹായ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ കൂടെ ജസ്റ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ കൂടെ അല്ലെങ്കിലും എവിടെയെന്നെങ്കിലും നിങ്ങൾ പേര് എന്തായാലും കേട്ടിട്ടുണ്ടാവും. കാരണം വളരെ ഹോട്ടായി നിൽക്കുന്നൊരു ടോപ്പിക്കാണിത്. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ചെയ്ത് എന്താ പറയുക, ഈ വർഷം തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ ഇവിടെ എല്ലാ തരത്തിലുള്ള ഗ്ലോബൽ ന്യൂസ് അല്ലെങ്കിൽ റിവ്യൂസ്, മൂവി റിവ്യൂസ്, ഗെയിംസ്, അങ്ങനെ എല്ലാത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും. പിന്നെ ബാക്കി എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റി കൂടുതൽ സംസാരിക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ എപ്സ്റ്റീൻ ഫയൽസ് നമുക്ക് അതിനെപ്പറ്റി തുടങ്ങാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ എന്താണ് എപ്സ്റ്റീൻ ഫയൽസ്? ആരാണ് എപ്സ്റ്റീൻ? എപ്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ ഒരു വെൽത്തിയർ ആയിട്ടുള്ള ഒരാളാണ് അമേരിക്കയിലെ. പുള്ളിക്ക് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കുറേ ഹൈ പ്രൊഫഷണൽ ആയിട്ടുള്ള, അതായത് വലിയ വലിയ ആൾക്കാരെ പുള്ളിക്ക് അറിയാം. അമേരിക്കയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ പലയിടത്തു നിന്നുള്ള വലിയ വലിയ ആൾക്കാരെ പുള്ളിക്ക് അറിയാം. സോ പുള്ളിക്ക് ഇപ്പം എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട് ഇവരെയൊക്കെ കൊണ്ട്. സോ പുള്ളി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, പുള്ളിക്ക് സ്വന്തമായിട്ടൊരു ഐലൻഡ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു പാർട്ടി വെച്ച് ഇവരെയൊക്കെ സമാധാനിപ്പിച്ച് അല്ലെങ്കിൽ ഇവരെയൊക്കെ സന്തോഷിപ്പിച്ച് അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്ത് പുള്ളിക്ക് വേണ്ട കാര്യങ്ങൾ അവരിൽ നിന്ന് നേടിയെടുക്കുകയാണ് പുള്ളി ചെയ്യുന്നത്. കാരണം എല്ലാ ആൾക്കാർക്കും ഒരു വീക്ക് പോയിന്റ് ഉണ്ടാവും. അതായത് ചിലവർക്ക് അത് പൈസയായിരിക്കാം, ചിലർക്ക് മറ്റു പലതായിരിക്കാം, ചിലർക്ക് സ്ത്രീകളായിരിക്കാം. സോ അത് എന്താണെന്ന് മനസ്സിലാക്കി കറക്റ്റ് പോയിന്റിൽ പുള്ളി അത് ആ ഐലൻഡിൽ കൊണ്ട് കൊടുത്ത് അവരെ കൊണ്ട് പുള്ളിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവർ, ഇപ്പോൾ എന്ത് ചെയ്താലും ചെയ്യാത്തവരെ പുള്ളി പാർട്ടിക്ക് വിളിച്ച് എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളിൽ കൂടെ അല്ലെങ്കിൽ ഭീഷണിയിൽ കൂടെ ഒക്കെ പുള്ളിയുടെ കാര്യങ്ങൾ ചെയ്തെടുക്കും. ഇപ്പോൾ പഴയ ശിവാജിയുടെ സിനിമയിലൊക്കെ ഉള്ള പോലെ പുള്ളിക്ക് ഈ ബിസിനസ് തുടങ്ങാൻ വേണ്ടി പുള്ളി പലർക്കും പൈസ കൊടുക്കുന്നു. അതുപോലെ തന്നെ അവരിപ്പോൾ മറ്റേ ഫോറിനായിട്ടുള്ള ലിക്കർ കൊണ്ട് തരാൻ പറയുമ്പോൾ അത് കൊടുക്കുന്നു, അങ്ങനെയൊക്കെ. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ഹൈ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരിൽ നമുക്ക് പരിചിതമായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അതായത് ഇപ്പോഴത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, പുള്ളി ഈ സ്പെക്കുലേഷനൊക്കെ വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ പോലും അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അതുപോലെ തന്നെ സ്റ്റീഫൻ ഹോക്കിങ്, അതുപോലെ തന്നെ ബിൽ ഗേറ്റ്സ്, നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരനായിട്ടുള്ള ഒരാളാണ് പുള്ളി. അപ്പോൾ ഇവരൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ട്. ഷോക്കിംഗ്ലി ഇവിടെ കുറേ ചൈൽഡ്, അതായത് മൈനറായിട്ടുള്ള പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ളൊരു ഇതും ഉണ്ട്. അതിൽ ഉള്ള പെൺകുട്ടികൾ കുറേ പേര് എന്താ പറയുക, ഒരു കമ്മിങ് ഔട്ട് നടത്തിയിട്ടുണ്ട്. അതായത് ഇങ്ങനെയൊക്കെ ഞങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കുറേ പെൺകുട്ടികൾ പുറത്തേക്ക് വന്ന് പറയുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഇത് വീണ്ടും എന്താ പറയുക, കോടതി ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാനും അത് ഇത്രയും എന്താ പറയുക ഒരു ഹോട്ട് ടോപ്പിക് ആവാനായിട്ടുള്ള കാര്യം. അപ്പോൾ എപ്സ്റ്റീൻ 2019 മരിച്ചു. അതൊരു സൂയിസൈഡ് ആണ് എന്നാണ് പോലീസും പറയുന്നത്, എല്ലാവരും പറയുന്നത്. പക്ഷേ അത് സൂയിസൈഡ് അല്ല. ഈ ഹൈ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ, അതായത് ഈ ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഈ ആൾക്കാർ പുള്ളിനെ കൊന്നതാണ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇയാൾ മരിക്കുന്നതിന് കുറച്ച് നാൾ മുന്നേ ഇയാൾ അതോറിറ്റീസിനോടെല്ലാം പറഞ്ഞിരുന്നത്, എൻ്റെ കയ്യിൽ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. അതായത് ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിരുന്ന കുറേ ഹൈ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഹൈ പ്രൊഫൈൽ ആൾക്കാർ, അവരുടെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് തരാം. അപ്പോൾ നിങ്ങൾ അത് വെച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോ എന്നുള്ള രീതിയിൽ ഒരു ഒത്തുതീർപ്പിൽ വന്നായിരുന്നു. അതുപോലെ തന്നെ ഇയാളെ വെറുതെ വിടണം എന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് 1-2 ദിവസം, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, 2019 ഞാനിപ്പോൾ നോട്ട് ഡൗൺ ചെയ്തല്ല നിങ്ങളോട് സംസാരിക്കുന്നത്, ഞാൻ പുറത്താണ്. അപ്പോൾ ജസ്റ്റ് എനിക്കറിയാവുന്ന കാര്യം പിന്നെ എൻ്റെ മനസ്സിൽ നിന്ന് വരുന്നത് മാത്രമാണ് പറയുന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്, 2019 അയാൾ സെല്ലിൽ സൂയിസൈഡ് ചെയ്ത നിലയിൽ കണ്ടെത്തിയെന്നാണ് പോലീസുകാർ പറയുന്നത്. അപ്പോൾ ആൾക്കാരത് വിശ്വസിച്ചില്ല. കാരണം ഉറപ്പായിട്ടും അത് അങ്ങനെയല്ല എന്നുള്ളത്, കാരണം ആർക്കായാലും അതറിയാം അതങ്ങനെയല്ല എന്നുള്ളത്. അപ്പോൾ അവരെല്ലാവരും ചോദിച്ചത് CCTV ചോദിച്ചു. എന്തായാലും ഒരു ജയിലല്ല, അപ്പോൾ CCTV ഫൂട്ടേജ് ഉണ്ടാവുമല്ലോ. അപ്പോൾ CCTV ഫൂട്ടേജ് ഇല്ല എന്നാണ് അന്ന് പോലീസ് പറഞ്ഞത്. കാരണം അന്ന് എന്തോ അത് വർക്ക് ചെയ്തില്ല അന്ന്. എന്നാൽ പോട്ടെ, അവിടെ ഇപ്പോൾ പോലീസുകാരുണ്ടാവുമല്ലോ. പക്ഷെ പോലീസുകാരും ഇല്ല എന്നുള്ള രീതിയിലാണ് അവരും പറഞ്ഞത്. എന്തോ അന്നത്തെ ദിവസം പോലീസുകാരില്ല, CCTV ഇല്ല, ഒന്നുമില്ല. പക്ഷെ ആൾ മരിച്ചു, ആൾ സൂയിസൈഡ് ചെയ്തു. അപ്പോൾ ഇതാണ് ഇതിൽ ഇത്രയും പ്രശ്നം വരാനുള്ള കാരണം എന്ന് വെച്ചാൽ, അയാൾ മരിച്ചു, അയാൾ പറയാനിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അയാൾ പറയാനിരുന്ന വിവരങ്ങൾ
അതിലെത്ര ആൾക്കാർ, ഏതൊക്കെ ആൾക്കാർ പെട്ടിട്ടുണ്ടെന്നുള്ളതൊന്നും ആർക്കും അറിയില്ല. ആ ഒരു സംഭവമാണ് ഇതിന് ഇത്രയും ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് ഇതിനെ നിലനിർത്തുന്നത്. അപ്പോൾ ഇതാണ് എപ്സ്റ്റീൻ ഫയൽസ് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ. അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാണ്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി നടന്ന കാര്യങ്ങൾ വരെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളും ഇതുകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ തുടങ്ങുവാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും വേണം. ബൈ.